ഹായ് ഓൾ. അപ്പം നാളെ നമ്മളുടെ എൻട്രൻസ് എക്സാമിനേഷനാണ് അല്ലേ, നീറ്റിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനാണ്. അപ്പം കുറേ നാളുകളായി കുറേ മാസങ്ങളായി കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന എക്സാമാണ് നാളെ. എല്ലാവരും ഭൂരിഭാഗം കുട്ടികളും നന്നായിട്ട് നോക്കിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇനി എന്താണ്, എല്ലാം കൂടെ ഒരുമിച്ച് നോക്കുവാൻ, അതായത് പഠിക്കാത്ത കാര്യങ്ങളെ വീണ്ടും ടെൻഷൻ അടിച്ച് പഠിക്കാനുള്ള ഒരു ദിവസമോ സമയമോ ഒന്നുമല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്നും കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്യുക. ആ പഠിച്ച വരികളിലൂടെയും അത് പഠിച്ച് നോക്കിയ ഒരു ഇക്വേഷനിലൂടെയും അത് ചെയ്യാനുള്ള ട്രിക്കുകളിലൂടെയും എല്ലാം നമ്മൾ പയ്യെ ഒന്ന് മനസ്സിനെ കൊണ്ടുപോകാനുള്ളൊരു സമയം മാത്രമാണ്. അല്ല എനിക്കിനി ആ ഒരു പോർഷൻ നോക്കാനുണ്ട്, അല്ലെങ്കിൽ അതിലെ എനിക്ക് നോക്കാൻ പറ്റിയില്ല എന്ന് ഓർത്ത് അതിലേക്ക് വീണ്ടും തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രമിക്കുക. പഠിച്ചത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോവുക. നിങ്ങൾ ഓരോരുത്തരും പഠിച്ച ഭാഗത്തിൽ നിന്ന് തന്നെ എല്ലാ ചോദ്യങ്ങളും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആവശ്യമില്ലാതെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിലേക്ക് ഒരു വസ്തു, ഒരു പഠിക്കുന്ന കാര്യം നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിടുന്നതിനെക്കാട്ടി എളുപ്പത്തിലായിരിക്കും ആ മനസ്സിൽ നിന്നും ആ സാധനം മറന്നു പോകാനുണ്ടാകുന്ന സാഹചര്യം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ടെൻഷൻ വെറുതെ വരുത്തി വെക്കാതിരിക്കുക. പിന്നെ എക്സാമിന് പോകുന്ന സമയങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നാളെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു സീൻ ആയതുകൊണ്ട്, അതായത് നമ്മുടെ കൊറോണ എന്ന് പറഞ്ഞ കാര്യം നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബസ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പം പരമാവധി വീടുകളിൽ വണ്ടികളോ മറ്റൊന്നും ഇല്ലാത്തൊരു വേറെ ഓട്ടോയോ മറ്റ് മാർഗങ്ങൾ യൂസ് ചെയ്ത് വേണമല്ലോ അവർക്ക് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് സമയം നോക്കി ഒരു ടൈം അവർ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും, പിന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈം അതാണെന്നും പറഞ്ഞ് ആ ടൈമിന് തന്നെ ചെല്ലാമെന്ന രൂപത്തിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാതെ നേരത്തെ തന്നെ ചെല്ലുക. നേരത്തെ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, പരമാവധി നേരത്തെ തന്നെ ചെല്ലുക. കാരണം അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പരമാവധി നേരത്തെ ചെല്ലുക. നേരത്തെ ചെല്ലുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യം ഉറപ്പായിട്ട് കൊണ്ടുപോയിരിക്കണം. അഡ്മിറ്റ് കാർഡ് എടുക്കാൻ മറക്കരുത്, ഒരു ID കാർഡ് എടുക്കാൻ മറന്നു പോകരുത്. ഓക്കെ, അതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ മറക്കാതെ പോവുക. സാനിറ്റൈസറോ മറ്റു കൈ വെച്ച്, കാരണം നമ്മൾ പോകുന്നൊരു പുതിയൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടുത്തെ അവസ്ഥ നമുക്ക് അറിയാത്തതുകൊണ്ട് മാസ്ക് ധരിക്കാൻ മറക്കരുത്, സാനിറ്റൈസറും കയ്യിൽ വെച്ചേക്കുക. ഓക്കെ, പിന്നെ അത് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളും, പിന്നെ നമ്മൾ ഡ്രസ് കോഡ്, ആ കാര്യം മറന്നുപോയി. ഡ്രസ് കോഡ് നമ്മൾ നീറ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ആ ഡ്രസ് കോഡ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ധരിക്കുന്ന ഡ്രസ് കോഡുകൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോവുക. ഓർണമെന്റ്സും കാര്യങ്ങളും കൊണ്ടുപോകാതിരിക്കുക. അവിടെ ചെന്നാൽ ഊരി വെക്കാനുള്ള സാഹചര്യം അവിടെ ആ സ്കൂളിലോ മറ്റൊരിടത്തോ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അതെല്ലാം വീട്ടിൽ വെച്ചതിന് ശേഷം പെൺകുട്ടികൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പഠനം എന്ന് പറഞ്ഞ നമ്മളുടെ കഷ്ടപ്പാട്, ഇപ്പോൾ ഈ വർഷം എഴുതുന്ന വിദ്യാർത്ഥി ഉണ്ടായിരിക്കും, ആദ്യമായിട്ട് നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ വന്നവരുണ്ടായിരിക്കാം. നേരത്തെ വർഷങ്ങളായി കഷ്ടപ്പെട്ട് വന്നവർക്ക് നല്ലൊരു റാങ്ക് കിട്ടാത്തത് കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന വിദ്യാർത്ഥികളും ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട്, നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ അതിനകത്ത് നന്നായിട്ട് എഴുതാനും നല്ലൊരു റാങ്കും മാർക്കും ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനം ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഊർജിതമാക്കാൻ ഉദ്ദേശിച്ചാൽ ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ നോക്കാത്ത പോർഷനെ വീണ്ടും ടെൻഷൻ അടിക്കുക എന്നല്ല, നോക്കിയ ഓരോ ഭാഗങ്ങളെയും നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. പ്രത്യേകിച്ച് ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾക്ക് പ്രോബ്ലം വരുമ്പോൾ അതെങ്ങനെ ട്രിക്ക് ഉപയോഗിച്ച് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ആ മനസ്സിലാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്കോട് സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മക്കളെ, ഫിസിക്സിലൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എഴുതി വന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത്രയും പാരഗ്രാഫ് ഒരു ക്വസ്റ്റ്യൻസ് കാണും. ആ ക്വസ്റ്റ്യൻ 1 മിനിറ്റുള്ളിൽ നമ്മൾ വായിച്ചെടുക്കണം. ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അർത്ഥം മനസ്സിലാക്കണം. അത് ഏത് ഇക്വേഷനാണ് ഇട്ട് കൊടുക്കുന്ന കാര്യം മനസ്സിലാക്കണം. അത് പെട്ടെന്ന് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻ ഏതാണെന്ന് കറുപ്പിക്കാനുള്ള ഒരു രീതിയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എടുത്തു വെച്ചിട്ടില്ലാത്തവരാണെങ്കിലും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് അതെങ്ങനെങ്കിലും എത്തിപ്പെടാൻ പറ്റിയ രൂപത്തിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു അതറിയത്തില്ല എങ്കിൽ അവിടെ സ്റ്റക്കായി നിൽക്കാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് ചാടി പോയേക്കണം. അറിയത്തില്ല, ഇപ്പോൾ ഒരു ഓപ്ഷൻ കണ്ടു 2R ആണോ അല്ലെങ്കിൽ 3R ആണോ, ഒരു കൺഫ്യൂഷൻ വന്നു, എനിക്ക് 2R ആണെന്ന് തോന്നും, ഇനി 3R ആയിരിക്കുമോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അത് കറുപ്പിക്കാൻ വേണ്ടി നിൽക്കരുതേ. കാരണം ഒരെണ്ണം വന്നാൽ നെഗറ്റീവ് മാർക്ക് അടിച്ച് വീഴും, നമ്മുടെ റാങ്ക് നന്നായിട്ട് കുറയാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. നീറ്റ് എക്സാമിനേഷൻ്റെ കാര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഒരു മാർക്ക് അതിൽ നിന്നും പോയാൽ നമ്മൾക്കുണ്ടാകുന്ന റാങ്കിൻ്റെ വേരിയേഷൻസ് 1ഉം 2ഉം ഒന്നുമല്ല, നന്നായിട്ട് കുറയും. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്കറിയാം, ഷുവറാണ്, ഉറപ്പാണ് എന്ന് തീരുമാനം ഉണ്ടെങ്കിൽ മാത്രം അതിനെ കറുപ്പിക്കുക. അല്ലാതെ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ്, അതായത് അതിനെ കറുപ്പിക്കാനായിട്ട് നിങ്ങൾ പോവുകയേ ചെയ്യരുത്.
അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടിന് നല്ലൊരു പ്രതിഫലം തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശൈലി എങ്ങനെയായിരുന്നു അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ആ എക്സാം പേപ്പറിലെ ക്വസ്റ്റ്യൻസും വരികയും നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പം മറന്നു പോകരുത് ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യത്തിൽ. എന്ത് പോകുന്നതിന് മുമ്പ് അഡ്മിറ്റ് കാർഡ്, ഐഡന്റിറ്റി കാർഡ് കാര്യങ്ങളെല്ലാം സേഫായിട്ട് ഒരു കയ്യിൽ അല്ലെങ്കിൽ ഒരു കൊണ്ടുപോകുന്ന ബാഗോ മറ്റെന്താണോ ഡോക്യുമെൻറ്റ്സ് വെക്കുന്ന ഒരു ഫയലാണെങ്കിൽ ഫയലോ എന്തിനാണെങ്കിലും എടുത്തു വെക്കുക. പിന്നെ NTA ഒരു റീ അപ്ലോഡ് ചെയ്യപ്പെട്ട അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. നേരത്തെ ആദ്യം വന്നതിനകത്ത് നമ്മുടെ ഫോട്ടോ പതിപ്പിക്കാനുള്ള സ്പേസിലെ വ്യത്യാസം കാരണം വീണ്ടും ഒന്നും കൂടെ റീ അപ്ലോഡ് ചെയ്തു. അത് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകാണ്ട് ശ്രമിക്കുക. അത് കൊണ്ടുപോകുമ്പോൾ അത് പതിപ്പിക്കാനുള്ള സാഹചര്യം നന്നായിട്ട് ഉണ്ടാകത്തുള്ളൂ എന്ന കാര്യം ഓർത്തു വെക്കുക. പിന്നീട് പഠിച്ച കാര്യങ്ങളെ ഒന്നും കൂടെ നോക്കുവാനുള്ള സാഹചര്യവും സമയവും മാത്രം നമ്മുടെ മുമ്പിലുള്ളൂ എന്നുള്ള ഓർമ്മയോട് കൂടി ആവശ്യമില്ലാത്ത ടെൻഷൻ കാര്യങ്ങൾ ഒഴിവാക്കുക. പരമാവധി നേരത്തെ തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ എത്താണ്ട് ശ്രമിക്കുക. എക്സാം സെൻറ്റർ നന്നായിട്ട് വായിച്ച് നോക്കുക. നമ്മൾ അടുത്തുള്ള തന്നെ ആയിരിക്കാം, പക്ഷെ ഒരേ പേരിൽ പല സ്കൂളുകളും പല കോളേജുകളും കാണും. അതുകൊണ്ട് തന്നെ സെൻറ്റർ വായിച്ച് നോക്കി ഇന്നടമാണെന്ന് കറക്റ്റ് ഉറപ്പിക്കുക. ശേഷം അവിടേക്ക് പോവുക. അവിടുന്ന് മറ്റേതൊക്കെ പോകാനുള്ള യാത്ര ഒരുപാട് ദൂരമുണ്ട് എങ്കിൽ സമയം നമ്മുടെ കയ്യിലല്ല. സോ ഓരോ ടൈമും നമുക്ക് വിലപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഈ ടൈം നമുക്ക് വിലപ്പെട്ടതാണ്. ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന ഈ സമയം തൊട്ട് നിങ്ങൾ പഠിക്കണം. ഇനി പഠിക്കാനുള്ള ടൈമാണ്. ഇനിയുള്ള സമയം നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്തേ പറ്റത്തില്ല. പഠിക്കുക എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും റീവൈൻഡ് ചെയ്ത് നോക്കുക. ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കി വെക്കുക. ഇക്വേഷൻസ് നോക്കി വെക്കുക. അവിടെ ആ ഒരു ഫോമാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഈ ട്രിക്ക് ഉപയോഗിക്കണം എന്ന രൂപത്തിൽ പഠിച്ചു വെക്കുക. ഒരുപാട് ട്രിക്കുകൾ പഠിച്ചു വെക്കുന്നവർ ശ്രദ്ധിക്കുക. ഇന്നടത്താണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതിയും കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. അല്ലെങ്കിൽ ട്രിക്കുകളും കാര്യങ്ങളും എല്ലാം കൂടെ കൊണ്ട് കൂട്ടിക്കുഴഞ്ഞ് കളയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും. ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ നന്നായി നാളത്തെ എക്സാം പോയി എഴുതുക. നമ്മളുടെ ഈ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം റിസൾട്ടായിട്ട് വരുമ്പോൾ നല്ല റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കും, ഉറപ്പ്. ഓക്കെ.